എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പ്രവാസികൾ അവരുടെ ആസ്തി വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഇന്നലെ മീഡിയ വണ്ണിൽ വന്നിട്ടുള്ള ഒരു ന്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ മീഡിയ വണ്ണിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ന്യൂസിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, ഇന്ത്യക്ക് പുറത്തുള്ള വിദേശത്തുള്ള പ്രവാസികൾ അവരുടെ സ്വത്ത് വിവരങ്ങൾ ഇൻകം ടാക്സ് അതോറിറ്റിയുമായിട്ട് ഷെയർ ചെയ്യണം. അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഡിസംബർ 31 മുന്നേ ഷെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ ഫൈനും, അതേപോലെ തന്നെ എന്തെങ്കിലും പെൻഡിങ് ടാക്സ് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് 300% പെനാൽറ്റി ടാക്സും, ഫോറിൻ ഇൻകത്തിന് 30% ടാക്സ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ പല ആളുകളും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പാനിക്കായിട്ട്. അതായത് വിദേശത്തൊക്കെ ഉള്ള ദുബായിലൊക്കെ ഉള്ള ആളുകൾ ഈ അസറ്റ്സ് കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതേപോലെ തന്നെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം കൺഫ്യൂഷനായിട്ട് പല ആളുകളും പാനിക്കായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് നഡ്ജ്? കഴിഞ്ഞ വർഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടാക്സ് കംപ്ലയൻസ് പ്രോഗ്രാം ആണ് നഡ്ജ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ഇൻകം ടാക്സ് അതോറിറ്റിയുടെ ഇന്റേണൽ ഡാറ്റയും ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ലഭിച്ചിട്ടുള്ള, അതായത് ഇന്ത്യൻ സിറ്റിസൺസ് ഫയൽ ചെയ്തിട്ടുള്ള ഇൻകം ടാക്സ് റിപ്പോർട്ടുകളും മാച്ച് ചെയ്തുകൊണ്ട് ഇതിൽ എന്തെങ്കിലും മിസ്മാച്ച് കാര്യങ്ങളുണ്ടോ, ആരെങ്കിലും ടാക്സ് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിൻ ഇൻകം, ഫോറിൻ അസറ്റ്സ് കാര്യങ്ങളൊക്കെ അണ്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അതായത് കുറച്ച് കാണിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഇന്റേണൽ ടാക്സ് കംപ്ലയൻസ് പ്രോഗ്രാം ആണ് ഈ നഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ 2024 ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു 2 ഡേറ്റ എന്ന് പറയുന്നത്, ഇപ്പോൾ ഗ്ലോബലി ഉള്ള റിപ്പോർട്ടിങ്, ഇപ്പോൾ ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ത്യക്കകത്ത് മാത്രമല്ല അസറ്റ്സും ഇൻകം ഉള്ളത്, അല്ല ഇന്ത്യക്ക് പുറത്തും അസറ്റ്സും ഇൻകം എല്ലാം ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് പല ബിസിനസ്സുകളും ഉള്ള ആളുകളുണ്ട്, ഇന്ത്യക്ക് പുറത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആളുകളുണ്ട്, പ്രോപ്പർട്ടി ഉള്ള ആളുകളുണ്ട്, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡേറ്റ കാര്യങ്ങളെല്ലാം ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഫോറിൻ അതോറിറ്റീസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫാറ്റ്ക, FATCA പോലുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ CRS, കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്, ഇത്തരത്തിലുള്ള അതോറിറ്റി റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് വഴി കിട്ടുന്ന, ഇന്ത്യൻ ഗവൺമെൻറ്റിന് കിട്ടുന്ന ഡേറ്റയും ഇന്ത്യൻ സിറ്റിസൺസ് ITR ഫയൽ ചെയ്യുന്ന റിപ്പോർട്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് ഇതിൽ എന്തെങ്കിലും മിസ്മാച്ച് കാര്യങ്ങളോ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ഇന്റേണൽ ടാക്സ് കംപ്ലയൻസ് പ്രോഗ്രാം ആണ് നഡ്ജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് 2024 നവംബർ 17 തുടങ്ങിയത്. അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റി ഈ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഏറ്റവും ടോപ്പിലുള്ള, അതായത് ഏറ്റവും കൂടുതൽ ടാക്സ് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിൻ ഇൻകം, ഫോറിൻ അസറ്റ്സ് കുറവ് കാണിച്ചിട്ടുള്ള 10-25,000 ആളുകൾക്ക് ഇമെയിലും SMS-ഉം കഴിഞ്ഞ 2024 നവംബർ മുതൽക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ ആ അയക്കുന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും, അതായത് നിങ്ങൾ ഇൻകം ടാക്സ് അതോറിറ്റിയുമായിട്ട് ഫോറിൻ ഇൻകം, ഫോറിൻ അസറ്റ്സ് കാര്യങ്ങളൊക്കെ അണ്ടർ റിപ്പോർട്ട് ചെയ്ത് കാരണം കൊണ്ട് തന്നെ അത് ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വളണ്ടർലി ആയിട്ട് നിങ്ങൾക്ക് ഈ ITR ഫയൽ ചെയ്തത് റിവൈസ് ചെയ്യുകയും പ്രോപ്പറായിട്ടുള്ള ടാക്സ് കാര്യങ്ങളൊക്കെ പേ ചെയ്ത് പോകാനുള്ളൊരു വാണിംഗ് ആണ് 2024 ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു നഡ്ജ് കൊടുത്തതിന് ശേഷം, ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തതിന് ശേഷം ആദ്യത്തെ ഫേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 24,678 ടാക്സ് പേയേഴ്സ് വോളണ്ടറിലി അവരുടെ ഇൻകം ടാക്സ് റിട്ടേൺ റിവൈസ് ചെയ്യുകയും അഡീഷണൽ ആയിട്ട് 29,000 കോടി രൂപയുടെ ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം, ഫോറിൻ അസറ്റ്സ് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും, അതേപോലെ തന്നെ ഏകദേശം 1,000 കോടിയുടെ ഇൻകം അഡീഷണൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ 2024 ലോഞ്ച് ചെയ്ത ഈ ഒരു നഡ്ജ് എന്നുള്ള പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയി. അതായത് ഇത്രയും കോടി രൂപയുടെ ഫോറിൻ അസറ്റ്സ് ഉണ്ട് എന്ന് ആളുകൾ വളണ്ടറിലി ആയിട്ട് തന്നെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ടാക്സ് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിന് കളക്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ആണ് ഇപ്പോൾ ഇന്നലെ 2 ദിവസം മുന്നേ തുടങ്ങിയിട്ടുള്ളത്. 28 നവംബർ 2025 ഈ ഒരു നഡ്ജിൻ്റെ ഫേസ് 2 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ CBDT, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ടാക്സ് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിൻ ഇൻകം, ഫോറിൻ അസറ്റ്സ് കാര്യങ്ങളൊക്കെ അണ്ടർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് SMS-ഉം ഇമെയിലും കാര്യങ്ങളൊക്കെ
അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ SMS-ഉം ഇമെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ ബിഫോർ December 31, 2025 മുന്നേ അവരുടെ ITR കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുകയും പ്രോപ്പറായിട്ട് അവരുടെ ഫയലിങ്സ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആക്കുകയും അതേപോലെ തന്നെ എന്തെങ്കിലും പെൻഡിങ് ടാക്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പേ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ന്യൂസ് മെയിനായിട്ട് ഇന്ത്യൻ റെസിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഭൂരിഭാഗം സമയവും ഇന്ത്യക്കകത്ത് താമസിക്കുന്ന എന്നാൽ ഫോറിനിൽ അസറ്റ്സ് കാര്യങ്ങളുള്ള ഫോറിൽ നിന്ന് ഗ്ലോബൽ ഇൻകം ഉള്ള ആളുകളെയാണ് ഈ ഒരു ന്യൂസിൽ പറയുന്ന കാര്യങ്ങൾ മെയിനായിട്ട് ബാധിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു ന്യൂസുമായിട്ട് പ്രതികരിക്കേണ്ട മെയിനായിട്ടുള്ള ആളുകൾ NRI ആയിട്ടുള്ള ആളുകളല്ല, പകരം ഇന്ത്യക്കകത്തുള്ള ആളുകളാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ ആരാണ് ഈ ഒരു ന്യൂസുമായിട്ട് പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇന്ത്യൻ ടാക്സ് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു SMS-ഓ ഇമെയിലോ കാര്യങ്ങളോ വന്നിട്ടുള്ള ആളുകൾ, അതായത് നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടുള്ള ITR ഫയലിങ്സിൽ ഗ്ലോബൽ അസറ്റ്സും ഗ്ലോബൽ ഇൻകം കാര്യങ്ങൾ അണ്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇൻകം ടാക്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും SMS-ഓ ഇമെയിലോ കാര്യങ്ങളോ വന്നിട്ടുള്ള ആളുകളാണ് ഈ ITR കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ട് അവരുടെ ഗ്ലോബൽ ഇൻകം ഗ്ലോബൽ അസറ്റ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ഒരു ടാക്സ് പ്ലാനറിനെ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പർ ആക്കിയിട്ട് എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള ടാക്സ് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ടാക്സ് കാര്യങ്ങൾ പേ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം പേ ചെയ്ത് എല്ലാം ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇത് NRIസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല, പകരം 90% ഇന്ത്യക്കകത്തുള്ള ഇന്ത്യൻ റെസിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ഫോറിനിലാണ് എന്നുണ്ടെങ്കിൽ, വിദേശത്തുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു SMS-ഓ ഇമെയിലോ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നിങ്ങളൊരു NRI ആയത് കാരണം കൊണ്ട് തന്നെ. ഇനി നിങ്ങൾ ഫോറിനിലാണ് എന്നുണ്ടെങ്കിലും ഇത്തരത്തിലൊരു SMS ഇമെയിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മോസ്റ്റ് ലൈക്ക്ലി നിങ്ങളൊരു NRI ആയിരിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊക്കെ ഇപ്പോൾ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് അവിടെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ അസറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയും അതിലൂടെ ഒരു ഇൻകം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റിൽ നമ്മളൊരു NRI സ്റ്റാറ്റസിലോട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ അസറ്റ്സ് ഒരുപാട് അസറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ മേ ബി ഇത്തരത്തിലുള്ള ഈ ഒരു ഇൻകം ടാക്സിൻ്റെ സ്കാനറിൽ നിങ്ങൾ പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു NRI അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇമെയിൽ ഒരു NRI അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ പുറത്താണ് എന്നുണ്ടെങ്കിലും ഇത്തരത്തിലൊരു SMS ഇമെയിൽ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങളൊരു NRI ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഫോറിൻ അസറ്റ്സും ഫോറിൻ ഇൻകം റിവീൽ ചെയ്താലും ഡിക്ലെയർ ചെയ്താലും നിങ്ങളൊരു NRI ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ടാക്സോ കാര്യങ്ങളോ ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആസ് പെർ റൂൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ NRI ആയിട്ടുള്ള ആളുകൾക്ക് ഗ്ലോബൽ ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യക്കകത്ത് നിന്ന് ഉണ്ടാക്കുന്ന ഇൻകത്തിന് മാത്രമാണ് നമ്മൾ ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ആ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ എല്ലാ NRI ആയിട്ടുള്ള ആളുകളൊന്നും അവരുടെ അസറ്റ്സോ ഇൻകോ കാര്യങ്ങളോ ഒന്നും ഇൻകം ടാക്സ് അതോറിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു NRI ആണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരാവശ്യമില്ല എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഇന്ത്യയിലെ ഇൻകം ടാക്സ് നിയമപ്രകാരം ആരാണ് ഒരു NRI നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്, അതേപോലെ തന്നെ ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള റെസിഡൻറ്റ് ഇന്ത്യൻസ് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ, റെസിഡൻറ്റ് ഇന്ത്യൻ ആവുമ്പോൾ അവർക്ക് ഗ്ലോബലിയുള്ള അസറ്റ്സും ഗ്ലോബലിയുള്ള ഇൻകത്തിനും എല്ലാം ടാക്സ് അടയ്ക്കണോ, അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ന്യൂസ് കാര്യങ്ങൾ ഭാവിയിൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് പാനിക് ആവാതെ ഇരിക്കാൻ സാധിക്കും. സോ സിമ്പിളായിട്ട് ആരാണ് ഒരു NRI നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആരാണ് എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു NRI ആവാനുള്ള ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് നമ്മൾ 182 ദിവസത്തിന് മുകളിൽ താമസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ ഡിഫോൾട്ട് ഒരു NRI കാറ്റഗറിയിൽ പെടുന്നതാണ്. ഓക്കെ, അതായത് നമ്മൾ ഒരു വർഷത്തിലെ ഭൂരിഭാഗം സമയവും മെജോറിറ്റി നമ്പർ ഓഫ് ഡേയ്സും ഇന്ത്യക്കകത്തല്ല പകരം പുറത്താണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ ഒരു NRI ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെ ഒരാൾ NRI ആയി എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫോറിൻ ഇൻകത്തിന്, അതായത് വിദേശത്തു നിന്നുള്ള ഇൻകത്തിന്, ഇപ്പോൾ നമ്മളിപ്പോൾ വിദേശത്ത് വർക്ക് ചെയ്ത് നമുക്ക് ഉണ്ടാക്കുന്ന വരുമാനത്തിൽ നമ്മൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ വിദേശത്ത് എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിലൂടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതിന് നമ്മൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും വിദേശത്ത് എന്തെങ്കിലും അസറ്റോ കാര്യങ്ങളോ ഉണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വിദേശത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതിലൂടെ ഒരു റെൻ്റൽ ഇൻകം ഉണ്ട്, അതിന് നമ്മൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു NRI ആണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനത്തിന് മാത്രം ഇന്ത്യയിൽ ടാക്സ് അടച്ചാൽ മതി എന്നുള്ള കാര്യമാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി ഇത് ചില കേസസിൽ ഈ 182 ഡേയ്സ് എന്നുള്ളത് 120 ദിവസമായിട്ടും ചുരുങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഇൻ കേസ് നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം ഏകദേശം 15 ലക്ഷത്തിൻ്റെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 182 ദിവസത്തിന് പകരം ഈവൻ 120 ദിവസം ഇന്ത്യയിൽ നിന്നാൽ പോലും നമ്മളൊരു റെസിഡൻറ്റ് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലോട്ട് മാറും, നമ്മൾ NRI സ്റ്റാറ്റസ് മാറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്ത്യയിൽ നിന്നും 15 ലക്ഷത്തിൻ്റെ മീതെ നമുക്ക് വരുമാനമുണ്ട്, നമ്മൾ 120 ദിവസം നിന്നാൽ തന്നെ നമ്മളൊരു റെസിഡൻ്റ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ ആയിട്ട് മാറും. അങ്ങനെയുള്ളൊരു സിനാരിയോയിൽ നമ്മൾ ഫോറിൻ നിന്നുള്ള ഇൻകത്തിനും നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഫോറിൻ അസറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ട്. സോ ഇതാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു NRI ആവാനുള്ള മെയിൻ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ ഇതിലെല്ലാവർക്കും ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ പരിശോധിച്ച് നോക്കാം. സോ ഇതിനായിട്ട് ഞാൻ എൻ്റെ കേസ് തന്നെയാണ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. സോ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ദുബായിലാണ്. ഓരോ വർഷവും 1 മാസം മാത്രമാണ് ഞാൻ ഇന്ത്യയിലോട്ട് വെക്കേഷന് വേണ്ടി വരുന്നത്. കഴിഞ്ഞ 8 വർഷമായിട്ട് ദുബായിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതും താമസിക്കുന്നതും. അതേപോലെ തന്നെ എനിക്ക് എനിക്ക് UAEയിൽ പ്രോപ്പർട്ടി ഉണ്ട്, അതേപോലെ തന്നെ ഇന്ത്യയിൽ പ്രോപ്പർട്ടി ഉണ്ട്. ഈ 2 പ്രോപ്പർട്ടിയിൽ നിന്നും എനിക്ക് റെൻ്റൽ ഇൻകം വരുന്നുണ്ട്. ഞാൻ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, UAE സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ എനിക്ക് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് എൻ്റെ റെസിഡൻസി സ്റ്റാറ്റസ് എന്താണ്, ഏതൊക്കെ കാര്യത്തിന് ഞാൻ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ഞാൻ ഇൻകം ടാക്സ് അതോറിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സോ നമ്മളിവിടെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ 8 വർഷമായിട്ട് ദുബായിലാണ്, അതേപോലെ തന്നെ 1 മാസം മാത്രമാണ് ഇന്ത്യയിലോട്ട് വരുന്നത് എന്നുള്ള കാരണം കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ 100% ഞാനൊരു NRI ആയി മാറി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അല്ല, ഞാനൊരു വർഷത്തിൽ 182 ദിവസത്തിൻ്റെ മുകളിൽ വിദേശത്താണ്, ദുബായിലാണ് താമസിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് പറയാൻ സാധിക്കും ഒരു NRI ആണ് എന്നുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഇതിൽ ഏതൊക്കെ കാര്യത്തിന് ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം, ടാക്സ് അടയ്ക്കണ്ട എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ത്യയിലുള്ള പ്രോപ്പർട്ടി റെൻ്റൽ ഇൻകത്തിന് ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം, തീർച്ചയായിട്ടും വേണം അല്ലേ. ഇപ്പോൾ ഞാനൊരു NRI ആണ് എന്നുണ്ടെങ്കിലും ഇന്ത്യക്കകത്തുള്ള ഒരു പ്രോപ്പർട്ടിയിലൂടെ അതൊരു റെൻ്റൽ ഇൻകം എനിക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ടാക്സ് അടയ്ക്കണം. അതേപോലെ തന്നെ എൻ്റെ ITRൽ ഇൻകം ടാക്സ് റിപ്പോർട്ടിൽ ഞാനത് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെയും ഒരു ആവശ്യം മാൻഡേറ്ററി ആയിട്ട് ഞാനത് റിപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇന്ത്യൻ പ്രോപ്പർട്ടി, ഞാൻ ആ പ്രോപ്പർട്ടി ഇനി ഭാവിയിൽ വിൽക്കുകയാണ്, അതിലൊരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എനിക്ക് കിട്ടും ഭാവിയിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനും ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും, അതും ഡിക്ലെയർ ചെയ്യേണ്ട ഒരു ആവശ്യമായിട്ട് വരും. ഇനി അതേപോലെ തന്നെ ഇൻ കേസ് എനിക്ക് UAEയിലുള്ള പ്രോപ്പർട്ടിയിലൂടെ എനിക്കൊരു റെൻ്റൽ ഇൻകം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്, NRI ആയത് കാരണം കൊണ്ട് തന്നെ UAEയിലുള്ള ഗ്ലോബലിയുള്ള ഇൻകം ആയത് കാരണം കൊണ്ട് തന്നെ അതിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടത് ആവശ്യമില്ല. അതേപോലെ തന്നെ അത് ഇന്ത്യൻ ഇൻകം ടാക്സ് അതോറിറ്റിയായിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യവുമില്ല. അതേപോലെ തന്നെ ഇനി ഭാവിയിൽ UAEയിലുള്ള പ്രോപ്പർട്ടി ഞാൻ വിൽക്കുകയാണ്, അതിലൂടെ ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എനിക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനും ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിലൂടെ എനിക്കൊരു ഡിവിഡൻഡ് കിട്ടുന്ന സമയത്ത് അതിന് തീർച്ചയായിട്ടും ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും, കാരണം അത് ഇന്ത്യക്കകത്ത് നിന്നുള്ള വരുമാനമാണ് അല്ലേ. അതേപോലെ തന്നെ അത് ITRൽ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിക്ലെയർ ആവുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഇപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു, അത് ഭാവിയിൽ ഞാനത് വില കൂടിയപ്പോൾ അത് വിറ്റു എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം, കാരണം അത് ഇന്ത്യക്ക് അകത്ത് നിന്നുള്ള വരുമാനമാണ്, അത് ഇൻകം ടാക്സ് റിപ്പോർട്ടിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയും വേണം. അതേപോലെ തന്നെ ഇനി അമേരിക്കയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിന് എനിക്ക് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഇന്ത്യയിൽ ഞാൻ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്.
അതേപോലെ തന്നെ യുഎസ് സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഭാവിയിൽ വിൽക്കുമ്പോൾ അതിലൂടെ ഒരു ക്യാപിറ്റൽ ഗെയിൻ എനിക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ഞാനത് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇൻ കേസ് ഇപ്പം ഞാൻ ഇന്ത്യൻ ബാങ്കുകളിൽ എൻ്റെ NRO അക്കൗണ്ടിൽ ഒരു FD ഇട്ടിട്ടുണ്ട്. അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഡിക്ലെയർ ചെയ്യുകയും വേണം. അതേപോലെ തന്നെ അതിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടും ഉണ്ട്. പക്ഷേ NRE അക്കൗണ്ടിലാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അത് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ UAE ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള FDക്ക് എനിക്ക് ഇൻകം ടാക്സ് അതോറിറ്റിയുമായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ അതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ സേവിങ്സ് അക്കൗണ്ടിൽ NRE അക്കൗണ്ടിൽ ഞാൻ എനിക്ക് പൈസ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഇൻട്രസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ടാക്സോ കാര്യങ്ങളോ ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ദുബായിൽ ഞാൻ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ ടാക്സബിൾ ആണോ? ഒരിക്കലും അല്ല. കാരണം ഞാനൊരു NRI ആണ്. അത് കാരണം കൊണ്ട് തന്നെ അതിനെനിക്ക് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഇന്ത്യയിൽ നിന്നുള്ള വരുമാനമല്ല, എൻ്റെ ഗ്ലോബലി ഉള്ള വരുമാനമാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ ഞാൻ ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റിന് ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണോ? തീർച്ചയായിട്ടും നമ്മൾ ടാക്സ് അടയ്ക്കണം. അത് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അത് ഇന്ത്യക്ക് അകത്ത് നിന്നുള്ള വരുമാനമാണ്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു NRI ആണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് അകത്ത് നിന്നുള്ള എക്സ്ചേഞ്ചുകൾ വഴി ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ഒരിക്കലും ക്രിപ്റ്റോ വാങ്ങാതിരിക്കുക. മാക്സിമം നിങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള, ഇപ്പോൾ ദുബായിലാണെന്നുണ്ടെങ്കിൽ ദുബായിലുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ വഴി ബിറ്റ്കോയിൻ വാങ്ങാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതൊരു ഗ്ലോബൽ ഇൻകമാണ്. ഗ്ലോബലിയുള്ള അസറ്റ്സിന് NRI ആണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഫോറിൻ ബാങ്ക് UAEയിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടത് ഇല്ല. അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിന് നമുക്ക് ടാക്സ് ഇന്ത്യയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോറിൻ ബിസിനസ്സിന് നമുക്ക് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടത് ആവശ്യമില്ല. സോ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ NRI ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ത്യയിൽ നിന്നുണ്ടാക്കുന്ന വരുമാനത്തിന് മാത്രമാണ് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ഗ്ലോബലിയുള്ള അസറ്റ്സിന്, ഗ്ലോബലിയുള്ള ഇൻകത്തിന് നമുക്ക് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ മെയിൻ ആയിട്ടുള്ള 2 അഡ്വൈസ് എന്തൊക്കെയാണെന്ന് പറയാം. അതായത് നിങ്ങളൊരു NRI ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലോബലിയുള്ള സ്റ്റോക്സ്, പ്രോപ്പർട്ടീസ്, ക്രിപ്റ്റോ കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യുന്ന ഒരു NRI ആണ് എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ ഇന്ത്യയിൽ ഒരിക്കലും ടാക്സ് അടയ്ക്കുന്നതിന് താല്പര്യമില്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ NRI സ്റ്റേറ്റസ് കളയാതിരിക്കുക എന്നുള്ളതാണ്. സോ എപ്പോഴും നിങ്ങളൊരു NRI സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലോബലിയുള്ള ഇൻകത്തിനോ അസറ്റ്സിനോ ഒന്നും ഇന്ത്യയിൽ ടാക്സ് ലീഗലി തന്നെ അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് എൻ്റെ രണ്ടാമത്തെ അഡ്വൈസ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി നിങ്ങളൊരു വെൽത്തി ആയിട്ടുള്ള ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെൽത്തിൻ്റെ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് എപ്പോഴും ബിറ്റ്കോയിനിൽ സൂക്ഷിക്കാൻ, വെൽത്ത് സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഓവറായിട്ടുള്ള സർവൈലൻസിൻ്റെ പരിധിയിൽ നിന്നും നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കും. അതും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഇനിയുള്ള വർഷങ്ങളിലെല്ലാം ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും അവരുടെ ഗവൺമെൻറ്റുകളും ഒരുപാട് സർവൈലൻസ് കാര്യങ്ങളൊക്കെ കൂട്ടി വരുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എങ്ങനെയൊക്കെ ആ രാജ്യത്തുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ടാക്സ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഇന്നെഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളുടെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ എഫിഷ്യൻ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മാക്സിമം ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളുടെ ഗവൺമെൻറ്റും ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള സർവൈലൻസ് കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സെർട്ടൻ പെർസെൻറ്റേജ് ഒരു വെൽത്ത് ബിറ്റ്കോയിനിൽ സ്റ്റോർ ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ഇപ്പോൾ മുന്നേയൊക്കെ പല വെൽത്തി ആയിട്ടുള്ള ആളുകളൊക്കെ അവരുടെ സമ്പത്ത് കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്വിസ് ബാങ്കിലും അതേപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവിടെ അത്രത്തോളം പ്രൈവസി കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു മോഡേൺ വേൾഡിൽ പല ആളുകളും, പല വെൽത്തി ആയിട്ടുള്ള ആളുകളും അവരുടെ വെൽത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ബിറ്റ്കോയിൻ ആണ്. കാരണം ബിറ്റ്കോയിൻ കുറച്ചും കൂടി സുപ്പീരിയർ ആയിട്ടുള്ള ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആണ് എന്നുള്ളതാണ്.
അപ്പോൾ ബിറ്റ്കോയിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് ഓഫ് വെൽത്ത് ആണ് എന്നുണ്ടെങ്കിലും അത് നിങ്ങൾ ബിറ്റ്കോയിനിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള സർവൈലൻസ് കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു പരിധി വരെ നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ എല്ലാവർക്കും ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ, ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. ആവശ്യമുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.